ഹലോ ഗൈസ്, വെൽക്കം ടു ജിജെ വേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് നമുക്ക് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂലേക്ക് പോവാം. ഗൗതം വാസുദേവ് മേനോൻ ഡയറക്ട് ചെയ്ത് മമ്മൂക്ക നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണത്. ഗോകുൽ സുരേഷും ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. ലെന, സിദ്ദിഖ് തുടങ്ങിയ ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ആക്ടിങ് മമ്മൂക്കയുടെ തന്നെയാണ്. പിന്നെ നമുക്കത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, വർഷങ്ങളായിട്ട് പുള്ളി അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇത് വളരെ ഒരു ഈസി മൈൻഡഡ് ആയിട്ട് മമ്മൂക്ക ചെയ്തിട്ടുള്ളതാണ്. മമ്മൂക്കയായിട്ട് തന്നെയാണ് പലപ്പോഴും ഇതിൽ ബിഹേവ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ കോമിക് മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് തമാശകൾ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയുക, കൗണ്ടർ അടിക്കുകയും തഗ് അടിക്കുകയൊക്കെ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ഇവരുടെ തന്നെ മുൻകാല സിനിമകളിലെ പല രംഗങ്ങളെയും കളിയാക്കിക്കൊണ്ട് ഫാപ്പച്ചിയുടെ ലെഗസി എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയുടെ മകൻ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഗൂഗിൾ സുരേഷ് തന്നെ മമ്മൂക്കയുടെ പഴയ നാസ കമ്പ്യൂട്ടർ ആ ജോക്ക്, അങ്ങനെ ഒരുപാട് ഭയങ്കര എന്താ പറയുക, വളരെ ലൈറ്റ് മൈൻഡഡ് ആയിട്ട് എടുത്ത് കാണാൻ പറ്റിയ ഒരുപാട് തമാശകൾ നിറഞ്ഞൊരു സിനിമയാണ്. പിന്നെ ഇതിന്റെ മെയിൻ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. അതിലേക്ക് ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഗൂഗിൾ സുരേഷിനെ ഹയർ ചെയ്യുന്നു. തുടർന്ന് അവർക്ക് ഒരുപാട് കേസസും കാര്യങ്ങളൊക്കെ വരും. അവരത് ഫോളോ ചെയ്ത് തെളിയിച്ച കാര്യങ്ങൾ, ഒരുപാട് തമാശകളുണ്ട്. ഇദ്ദേഹം ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും പിന്നെ ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയും അതൊക്കെ ഭയങ്കര നൈസായിട്ടുണ്ടായിരുന്നു. സിദ്ദിഖിൻ്റെയൊക്കെ ക്യാരക്ടറുമായിട്ട് അദ്ദേഹത്തിന് വരുന്ന ഒരു ഇൻട്രാക്ഷൻ സീനൊക്കെ നൈസാണ്. സോ കമ്മിങ് ടുവേർഡ്സ് ദ മൂവി അല്ലെങ്കിൽ സ്റ്റോറി, ഇതിന് പ്രധാനമായിട്ടൊരു സംഭവം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുമ്പോഴാണ്. അപ്പോഴത്തേക്ക് ആ പേഴ്സണ് അത് ആരുടെയാണ്, അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കൂ ഡൊമിനിക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഹൗസ് ഓണർ അദ്ദേഹത്തിനെ സമീപിക്കുകയും തുടർന്ന് ഡൊമിനിക്ക് ഒരു ലാഭം ഇല്ലാതെ ഒന്നും അന്വേഷിക്കാറില്ല. സോ വളരെ ലാഭമായിട്ട് പൈസയൊക്കെ കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് ഡൊമിനിക്ക് അന്വേഷിക്കാനായിട്ട് ഇറങ്ങുന്നത്. പിന്നീട് അന്വേഷണത്തിൽ വെളിവാകുന്ന കാര്യങ്ങൾ, അത് കേസ് പിന്നെ വളരെ വലിയൊരു കേസായി മാറുകയും ഭയങ്കര ഒരു സംഭവത്തിലോട്ട് പോവുകയാണ്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇതിനകത്ത് പോലീസിലുണ്ടായിരുന്നു, VRS എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ് ഇതിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അതൊക്കെ വളരെ തമാശ രൂപേണ കാണിച്ചു പോകുന്നുണ്ട്. പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ടെന്നും കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് നമുക്ക് അത് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിരിക്കാൻ ഡൊമിനിക്കിൻ്റെ ഓരോ തമാശ രംഗങ്ങൾ, സിദ്ദിഖുമായിട്ടൊരു ലോഡ്ജ് റൂമിൽ വെച്ചൊരു ഇൻട്രാക്ഷൻ സീനുണ്ട്, ഭയങ്കര രസമാണ്. പിന്നെ എൻ്റെ മാനേജർ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാനൊന്ന് കോൺടാക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പുള്ളിയെ വിളിച്ചിട്ട് അവിടെയും ബ്ലാക്ക് മെയിലിങ് പരിപാടികളും, മൊത്തത്തിൽ ഒരു കൈക്കൂലിക്കാരനും ഒക്കെ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് മമ്മൂട്ടി പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗൂഗിൾ സുരേഷിൻ്റെ ക്യാരക്ടർ പറയാം. ഗൂഗിൾ സുരേഷ് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പലപ്പോഴും ഇവർ തന്നെയാണ് മറ്റേ വാട്സണും ഹോംസും തമ്മിലുള്ള ആ ഒരു റെഫറൻസ് പോലെയാണ് ഇതാണ് പുതിയ വാട്സൺ എന്ന് പറയുന്നുണ്ട്. ഷെർലോക്കിലേക്ക് പോലെ തന്നെ വളരെ എന്താ പറയുക, ഇൻവെസ്റ്റിഗേഷൻ ഇടയിൽ ഒരുപാട് തമാശകളും വളരെ വയസ്സായിട്ടുള്ള ഒബ്സർവേഷൻ. എന്നിട്ട് വേറൊരു തമാശയുണ്ട്, ഈ ഒബ്സർവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒബ്സർവേഷൻ 20% തെറ്റൊക്കെ വരാം. അതുകൊണ്ട് ഗൂഗിൾ സുരേഷിനെ കണ്ടൊരു സാധനം ഒബ്സർവ് ചെയ്യുന്നതും പിന്നെ അത് പാളുന്ന, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിൽ ഒരുപാട് ഫീമെയിൽ ആക്ട്രസസ് ഉണ്ട്. 2-3 പേരൊക്കെ പുതുമുഖങ്ങളാണ്. അവരുടെ പെർഫോമൻസ് അത്രയ്ക്ക് അങ്ങോട്ട് സിനിമയുടെ ഫ്ലോയെ ഒന്ന് പിടിച്ചു വലിക്കുന്നുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ ഡയറക്റ്റ് ചെയ്തതാണോ എന്ന് പോലും തോന്നിപ്പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അൽഫോൺസ് പുത്രൻ ടച്ചിലുള്ളൊരു ഫിലിമാണ്. നമ്മുടെ ഗോൾഡിൽ ഇടയ്ക്കൊക്കെ, ഗോൾഡിന് എത്ര മോശമല്ല, ഗോൾഡിലും പിന്നെ നമ്മുടെ ഈ പ്രേമം അങ്ങനത്തെ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഒരു വൈബൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നമുക്ക് മൊത്തം ബ്രോ എന്നൊക്കെ വിളിച്ച് തగ్గടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസായിട്ട് യൂത്തിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, സോങ്ങിന് സോങ്, മമ്മൂക്കയുടെ ചെറിയ ഗ്രേസ് ഉള്ള ഡാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗൂഗിൾ സുരേഷിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ചെറിയതായിട്ട് പെർഫോം ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തമാശ ഇഷ്ടം പോലെ ഉണ്ട്. GVM സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GVM സിനിമയായിട്ട് അങ്ങനെയൊന്നുമില്ല, ഒരു സാധാരണ ഒരു സിനിമയാണ്. മലയാളത്തിൽ കണ്ടുവരാത്ത രീതിയിലുള്ള ഒരു പാറ്റേണിലുള്ളൊരു സിനിമ. ശരിക്കും പറയാമല്ലോ, അൽഫോൺസ് പുത്രൻ ടൈപ്പ് ഒരു പടം, അങ്ങനത്തെ ഒരു പടമാണ്. പിന്നെ വളരെ രസമായിരുന്നു അതിൻ്റെ ടൈറ്റിൽ വന്ന സ്ഥലമാണെങ്കിലും പിന്നെ മൊത്തത്തിൽ ആ ഒരു ടൈറ്റിൽ കാർഡ് വരുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുന്ന പരിപാടികളും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്ന 3 പേര് ഞാൻ പറഞ്ഞല്ലോ, സൂരജ്, നീരജ് പിന്നെ നമ്മുടെ GVM, 3 പേര് ചേർന്നിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു 3 പേരുടെ ഐഡിയാസ് ഒരുപാട് വന്നിട്ടുള്ളതുകൊണ്ട് സ്റ്റോറിയിൽ ഒരുപാട് കൊച്ചു ക്യാരക്ടേഴ്സും വരുന്നുണ്ട്, കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ കഥ ഇങ്ങനെ വളരെ ഒരു വലിയ കഥയാണ്. ആ കഥയിലേക്ക് എത്തിപ്പെടുന്നത് വളരെ സ്ലോയിലാണ് കഥ ഇങ്ങനെ സഞ്ചരിച്ചെത്തുന്നത്. ഭയങ്കരമായ അതിഭീകര ട്വിസ്റ്റും കാര്യങ്ങളും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. വളരെ സാധാരണ സിനിമയാണെന്നുള്ള രീതിയിൽ കാണുക, വളരെ ലൈറ്റ് മൈൻഡഡ് ആയിട്ട് കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ മിസ്സാവത്തൊന്നുമില്ല. ലൈക്ക് എന്താണ്, അങ്ങനെ ഒരു പൈസ പോയി എന്നുള്ള തോന്നലൊന്നുമില്ല, വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഈ സിനിമയ്ക്ക് പേഴ്സണലി കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ആണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ആയിട്ട് കുറച്ച് ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം ഇടയ്ക്ക് വെച്ചിട്ടൊരു ലാഗ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. മമ്മൂക്ക വരുന്ന രംഗങ്ങളെല്ലാം ഫ്രഷാണ് കേട്ടോ. മമ്മൂക്ക ത്രൂ ഔട്ട് വന്നിരിക്കുന്ന ലുക്കാണെങ്കിലും ആ ക്യാരക്ടറിൻ്റെ ആ ഒരു ഡീൽ ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും എല്ലാം ഭയങ്കര ഫ്രഷായിട്ട് സിനിമ മമ്മൂക്ക പെട്ടെന്ന് അടുത്ത സ്ക്രീനിൽ വരട്ടെ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. ആ ക്യാരക്ടറിനെ എഴുതിയിരിക്കുന്ന രീതി, ഭാര്യയുമായിട്ട് പിരിഞ്ഞ് താമസിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആ ഒരു
ഒരു ചെറിയൊരു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ. ആ ക്യാരക്ടർ ബേസിക്കലി ഡൊമിനിക്കാണ് ഇതിൻ്റെ മെയിൻ. വേണമെങ്കിൽ നമുക്കിനി ഡൊമിനിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വെച്ച് എത്ര സിനിമ വേണോ ചെയ്യാന്നുള്ള രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള രംഗങ്ങളിൽ പോലും തമാശ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഡൊമിനിക്ക്. ഡൊമിനിക്ക് ഇതുപോലൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അത് യൂട്യൂബ് എഡിറ്റ് ചെയ്യുന്നവർക്ക് ഉള്ള കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടല്ലോ, ജംപ് കട്ട് അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ കളിയായി കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ലാഗ് എന്നുള്ളൊരു കാര്യം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വിചാരിക്കും ഇതെന്താ സ്റ്റോറി മൂവ് ആകത്തെ, കാരണം നമുക്ക് മനസ്സിലാവും ഇനി എങ്ങനെയാണ് കഥ മൂവ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ എന്നാലും അവർ വന്നിട്ട് ചവിട്ടുന്നുണ്ട് അവിടെയൊക്കെ. ആ ഒരു ലാഗ് ഒഴിച്ച് നിർത്തിയിരുന്നെങ്കിൽ സിനിമയ്ക്ക് നമുക്ക് ഉറപ്പായിട്ട് കുറച്ചുകൂടെ ബെറ്റർ റേറ്റിംഗ് കൊടുക്കാം. ഞാനൊരു 3.5 ആണ് കൊടുക്കുന്നത്. 2025 കണ്ടിട്ടുള്ളതിൽ ഒരു മികച്ച സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മമ്മൂക്ക 2025 ഹിറ്റ് അടിച്ച് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് കോമഡി ആ ഒരു ജേണറിലാണ് നമുക്ക് ഈ സിനിമ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം എൻ്റെ അതേ അഭിപ്രായമായിരിക്കും, അല്ലെങ്കിൽ മറ്റഭിപ്രായങ്ങളായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJVS എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ ജിജി സൈനിങ് ഓഫ്. ബൈ.